ഇനി ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്. എസ് ഓർബിറ്റലും എസ് ഓർബിറ്റലുമാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. അതുപോലെ എസും പി സെഡുമാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. പി സെഡുമാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിലും അവിടെ ഉണ്ടാകുന്ന ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. ഇനി പി എക്സ് പി വൈ ഇവർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അത് സൈഡ് വൈസ് ഓവർലാപ്പ് ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് പൈ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി പി എക്സും പി വൈയും അവർ തമ്മിൽ എന്ത് ചെയ്യൂല, സീറോ ഓവർലാപ്പ് ആയിരിക്കും പരസ്പരം ഉണ്ടാവുക. ഇനി എം ഒ ടി എന്ന് പറയുന്നത് VSEPR തിയറിൻ്റെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എം ഒ ടി എന്ന് പറയുന്നത്. എം ഒ ടിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺ നിൽക്കുന്നത് പോലെ ഒരു മോളിക്യൂളിൽ മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അറ്റോമിക് ഓർബിറ്റൽ 1s 2s അങ്ങനെയുള്ള പോലെ മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s അങ്ങനെ ഓരോ മോളിക്കുലാർ ഓർബിറ്റലുകൾ ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ ഫില്ല് ചെയ്ത പോലെ അറ്റോമിക് ഓർബിറ്റലിൽ ഇങ്ങനെ 1s2 2s2 2p3 അങ്ങനെ ഫില്ല് ചെയ്ത പോലെ ഇതിലും ഇങ്ങനെ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 അങ്ങനെ ഫില്ല് ചെയ്യുന്നതുണ്ട്. അപ്പോൾ എം ഒ ടി ഇതാണ് പറയുന്നത്, രണ്ട് അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. ഒരു ഇലക്ട്രോണിനെ വേവ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ഒരു ഓർബിറ്റൽ എന്ന് പറയുന്നത് സൈ എ പ്ലസ് സൈ ബിയും മറ്റൊരു ഓർബിറ്റൽ സൈ എ മൈനസ് സൈ ബി ആയിരിക്കും. സൈ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേവ് ഫംഗ്ഷനാണ്, ഇലക്ട്രോൺ വേവിൻ്റെ പാത്ത്, അതാണ് ഇലക്ട്രോണിക് വേവ് ഫംഗ്ഷൻ. അപ്പോൾ സൈ എ പ്ലസ് സൈ ബി സൈ എ മൈനസ് സൈ ബി സിഗ്മ, അതായത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് എനർജി ഹയർ സ്റ്റെബിലിറ്റിയിലെ എനർജി കുറവുള്ള സ്റ്റെബിലിറ്റി കൂടിയ മോളിക്കുലാർ ഓർബിറ്റലാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അത് കൺസ്ട്രക്റ്റീവ് അഡീഷൻ വഴി ഉണ്ടായതാണ്. ഇനി അടുത്തത് സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് അഡീഷൻ വഴി ഉണ്ടായതാണ്. അതിന് എനർജി കൂടുതലാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനേക്കാൾ. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ചെന്നതിന് ശേഷമാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ ചെല്ലുക. ഇനി നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യാൻ ഓർഡർ ഉണ്ട്, അപ് ടു നൈട്രജനും ആഫ്റ്റർ നൈട്രജനും. നൈട്രജൻ വരെയുള്ള എലിമെൻറ്റുകളെ ഫില്ല് ചെയ്യേണ്ടത് നൈട്രജൻ വരെയുള്ള എലിമെൻറ്റുകൾ അല്ലെങ്കിൽ ബൈ കൺസിഡറിങ് 2s 2p മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ആഫ്റ്റർ നൈട്രജൻ അല്ലെങ്കിൽ വിത്തൗട്ട് 2s 2p മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡറാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഓർഡർ എങ്ങനെയാണ്? സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s പൈ 2px ഈക്വൽ ടു പൈ 2py പൈ സിഗ്മ 2pz പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py സിഗ്മ സ്റ്റാർ 2pz. ഇവിടെ നമ്മളത് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി ഇതിൽ ആഫ്റ്റർ നൈട്രജൻ ഇവിടെയാണ് വ്യത്യാസം. ആദ്യം സിഗ്മ 2pz ആഫ്റ്റർ നൈട്രജന് ശേഷം z ആണ് വരിക. നൈട്രജന് ശേഷം ആദ്യം സിഗ്മ 2pz വരും എന്ന് ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ എന്താണ്? സെയിം ആണ്. ഇനി ഇതും ഓർത്ത് വെക്കുക. വിത്തൗട്ട് 2s 2p മിക്സിങ്ങും വിത്ത് 2s 2p മിക്സിങ്ങും അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായേക്കാം. താഴെ പറയുന്നതിൽ വിത്തൗട്ട് ബൈ കൺസിഡറിങ് 2s 2p മിക്സിങ് ഏത് ഓർഡറാണ് വരിക? 4 ഓപ്ഷൻ തന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ആഫ്റ്റർ നൈട്രജനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണം. ഇനി അടുത്തത് ഈ ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി പറയുന്നത്. ഇതിൽ സ്റ്റാർ ഇട്ട ഓർബിറ്റലുകൾ നമ്മൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. സ്റ്റാർ ഇടാത്തതിനെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് കൂടുതലെങ്കിൽ, അതായത് ഹയർ എനർജി കുറവുള്ള സ്റ്റേബിൾ ഓർബിറ്റലിലാണ് കൂടുതൽ ഇലക്ട്രോൺ ഉള്ളതെങ്കിൽ അത് സ്റ്റേബിളാണ്, ആ മോളിക്യൂൾ സ്റ്റേബിളാണ്. ഇനി Na ഈക്വൽ ടു NbO Na ഗ്രേറ്റർ ദാൻ NbO ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലാണ് കൂടുതൽ ഇലക്ട്രോൺ എങ്കിൽ അങ്ങനത്തെ മോളിക്യൂളുകൾ എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, ഹാഫ് ഇൻറ്റു NB മൈനസ് Na. NB മൈനസ് ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2. ഇനി മാഗ്നറ്റിക് നേച്ചർ ഇത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് നേച്ചർ ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഇനി പെയർഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. നമ്മൾ ഈ ഓർഡർ വെച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്, ഈ ഇക്വേഷൻ കൊടുത്തിട്ടും അല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്കൊരു എളുപ്പവഴിയുണ്ട്. 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും.
ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇതിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ 14 ആണെങ്കിൽ 3, 15, 16, 17, 18, 19, 20. ഇവിടുന്ന് 1 കുറക്കുക, 13, 12, 11, 10, 9, 8. ഇത് 3, ഇത് 2.5, ഇത് 2, അങ്ങനെ 0.5 കുറച്ച് വരിക. ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഇതാണെങ്കിൽ ഇതാണ് ബോണ്ട് ഓർഡർ വരിക. ഇനി 14, ഇനി മാഗ്നറ്റിക് ബിഹേവിയർ നോക്കുകയാണെങ്കിൽ 14ഉം 10ഉം പാരാമാഗ്നറ്റിക് ആണ്, എല്ലാ ഓടും പാരാമാഗ്നറ്റിക് ആണ്, ബാക്കിയെല്ലാം ഡയ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, 14ഉം 10ഉം പാര, എല്ലാ ഓടും പാര, ബാക്കിയെല്ലാം ഡയ. അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ബിഹേവിയർ നോക്കുക. അപ്പോൾ പിന്നീട് ബോണ്ട് ഓർഡർ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. നമ്പർ ഓഫ് ബോണ്ട്, എത്ര ബോണ്ട് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കിയത്. ഇത് വെച്ചിട്ട് 14ന് 3, 15ന് 2.5 വെച്ചിട്ട് നമ്മൾ ബോണ്ട് ഓർഡറാണ് നോക്കിയത്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റം, 2 ആറ്റത്തിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ബോണ്ടിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ കൂടിയാൽ എന്ന് പറഞ്ഞാൽ ബോണ്ടിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് മുറിക്കാൻ ആവശ്യമായ സ്ട്രെങ്ത് കൂടും എന്ന് പറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ബോണ്ട് ഓർഡറിൻ്റെ അതേ ഓർഡറിലായിരിക്കും ബോണ്ടിൻ്റെ സ്ട്രെങ്ത്. ഇനി ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടിനാണോ ഡബിൾ ബോണ്ടിനാണോ ട്രിപ്പിൾ ബോണ്ടിനാണോ കൂടുതൽ ലെങ്ത് ഉള്ളത്? സിംഗിൾ ബോണ്ടിനാണ്. ബോണ്ടിൻ്റെ എണ്ണം കൂടുമ്പോൾ ബോണ്ടിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, കുറഞ്ഞ് അടുത്തടുത്ത് വരും. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ, അതായത് ബോണ്ടിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡർ ചോദിച്ചാൽ ഈ ഓർഡർ കണ്ട് അതിൻ്റെ ഇൻവേഴ്സ് ഓർഡർ എടുത്താൽ മതി. അപ്പോൾ ഇത്രയും ഓർഡറുകളാണ് ഇവിടെ ചോദിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്ത്, ബോണ്ട് സ്ട്രെങ്ത്ത്, മാഗ്നറ്റിക് ബിഹേവിയർ. ബോണ്ട് ഓർഡർ വെച്ചിട്ട് തന്നെയാണ് ബോണ്ട് സ്ട്രെങ്ത്തും ബോണ്ട് ലെങ്ത്തും നമ്മൾ കാണുക. മാഗ്നറ്റിക് ബിഹേവിയർ 14ഉം 10ഉം പാര, എല്ലാ ഓടും പാര, ബാക്കിയെല്ലാം ഡയ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാണുക. ഈ ഓർഡറുകൾ ഇനി ഇത് 4 ഓപ്ഷൻ തന്നിട്ട് ഈ ഓർഡറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചേക്കുന്നത്. അല്ലാതെ ഇതിൽ കൊടുത്തിട്ടല്ല നമ്മളതിൻ്റെ ബോണ്ട് ഓർഡർ കാണുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതും വളരെ VSEPR തിയറി പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാരാമാഗ്നറ്റിക്? മാഗ്നറ്റിക് ബിഹേവിയർ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, 16ഉം 10ഉം പാര, എല്ലാ ഓടും പാര, ബാക്കിയൊക്കെ ഡയ അല്ലേ. അപ്പോൾ ഇതിൻ്റെ 16 എന്നൊക്കെ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി നമുക്കിവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത VSEPRും ഈ ബോണ്ട് ഓർഡർ കാണുന്നതാണ്. VSEPRൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി അല്ലേ, അതുകൊണ്ട് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് എടുക്കുന്നത്. ഇവിടെ ബോണ്ട് ഓർഡർ കാണാൻ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 14 ആണ്. NO എന്ന് പറഞ്ഞാൽ 7ഉം 8ഉം, 7ഉം 8ഉം എത്ര, 7ഉം 8ഉം 15. CO എന്ന് പറയുമ്പോൾ 6ഉം 8ഉം, 6ഉം 8ഉം 14. O3 എന്ന് പറയുമ്പോൾ 24. പാരാമാഗ്നറ്റിക് ഏത് എന്നല്ലേ, 16ഉം 10ഉം പാര, എല്ലാ ഓടും പാര. അപ്പം എല്ലാ ഓടും പാരയാണ്, 16ഉം 10ഉം പാര. ഇതിൽ 16ഉം 10 ഇല്ല, എല്ലാ ഓട്, ഇത് ഓടാണ്, അതുകൊണ്ട് ഇത് പാരയാണ്, ബാക്കി ഈവനാണ്, അതുകൊണ്ട് അതെന്താണ്, ഡയ ആണ്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ? ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ എന്നാണ്. O2 എന്ന് പറഞ്ഞാൽ 16 ആണ്. O2 2- എന്ന് പറഞ്ഞാൽ 16 കൂടി 2 ഇലക്ട്രോൺ കൂട്ടി എന്ന് പറഞ്ഞാൽ 18. N2 എന്ന് പറഞ്ഞാൽ 14 ആണ്. നമുക്കറിയാം 14ന് 3, 15, 16, 17, 18 അല്ലേ. 2.5 to 1.5 1 അങ്ങനെയല്ല നമ്മൾ എഴുതുക. അപ്പോൾ 14ന് എത്ര, 3, ഇതിനാണ് 3. 18ന് 1 ആണ്. ഇനി 16ന് 2 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ആയിരിക്കും ഉള്ളത് നൈട്രജൻ. അടുത്തത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് ലെങ്ത്ത്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബോണ്ട് സ്ട്രെങ്ത്ത്, ഇതൊക്കെ ആയിട്ട് ചോദിക്കും. ഇതൊക്കെ നമ്മൾ ഈ ബോണ്ട് ഓർഡറിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതെത്ര, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16, O2 2- എന്ന് പറഞ്ഞാൽ 18, O2 2+ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ 16, 2+ എന്ന് പറഞ്ഞാൽ 2 പോയി 14, O2+ എന്ന് പറഞ്ഞാൽ 16 നിന്ന് പോയി 15. അപ്പോൾ നമുക്കറിയാം 14ന് 3 ആണ്, ഇത് 14, 16ന് 2 ആണ്, 18ന് 1 ആണ്, 15ന് 2.5 ആണ്. അപ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം O2 2+, പിന്നെ O2+, പിന്നെ O2, പിന്നെ O2 2-, O2 2-. ഇതാണ് ബോണ്ട് ഓർഡറിൻ്റെ
ഓർഡർ എന്ന് പറയുന്നത്. ഇതേ ചോദ്യം ബോണ്ട് ലെങ്ത്തിൻ്റെ ഓർഡറിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ റിവേഴ്സ് എടുക്കണം. കാരണം ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയാണ് ചെയ്യുക. ഇനി വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺ. ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് ഏത് എന്നാണ്. അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ മാഗ്നറ്റിസം വഴിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് ഏത് എന്നാണ്. അതായത് പാരാമാഗ്നറ്റിക്, അതായത് ഡയാമാഗ്നറ്റിക് കാണാം എന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ അൺപെയർഡ് ഇല്ലാത്ത 16ഉം 10ഉം പാര, എല്ലാ ഓടും പാര, ബാക്കിയെല്ലാം ഡയാ അല്ലേ. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ 16ലും 10ലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. ഇത് 10ആണ്, ഇത് 16ആണ്. അതേപോലെ ഇത് 14 നിന്ന് പോയാൽ 13ആണ്. 2 എന്ന് പറഞ്ഞാൽ 16 കൂടി 2 കൂട്ടിയാൽ 18ആണ്. അപ്പോൾ 16ഉം 10ഉം പാരയാണ്. കാരണം എന്താണ്? അതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ടാണ് പാരയാൻ കാരണം. ഓട് പാരയാണ്. അപ്പോൾ ഇതെല്ലാം പാരയാണ് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എന്തുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് ഏതാണ്? ഇതാണ്. ഇനി ബോണ്ട് എനർജീസ് ഓഫ് Na, NO+, NO-. ബോണ്ട് എനർജീൻ്റെ ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ബോണ്ട് ഓർഡറിൻ്റെ അതേ ഓർഡർ ആയിരിക്കും ബോണ്ട് എനർജീൻ്റെ ഓർഡർ. എന്ന് പറഞ്ഞാൽ 7, 7ഉം 8ഉം 15. NO+ എന്ന് പറഞ്ഞാൽ 16. NO- എന്ന് പറഞ്ഞാൽ NO+ എന്ന് പറഞ്ഞാൽ നൈട്രജൻ 7, 7ഉം 8ഉം 15. 15 നിന്ന് പോയാൽ 14. ഇത് 16 അല്ലേ. അപ്പോൾ 15ന് 2.5 ആണ്, 14ന് 3 ആണ്, 16ന് 2 ആണ്. അപ്പോൾ ബോണ്ട് എനർജി എങ്ങനെയായിരിക്കും? NO+ ഗ്രേറ്റർ ദാൻ NO-. ഇതായിരിക്കും ബോണ്ട് എനർജിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സെയിം ബോണ്ട് ഓർഡർ. സെയിം ബോണ്ട് ഓർഡർ ഉള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ഇത് 16 ആണ്. NO+ എന്ന് പറഞ്ഞാൽ 14 ആണ്. 16ൻ്റെ ബോണ്ട് ഓർഡർ എത്ര? 2 ആണ്. 14ൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഒരേ ബോണ്ട് ഓർഡർ അല്ല. ഇനി N2 എന്ന് പറഞ്ഞാൽ 14 ആണ്. O2- എന്ന് പറഞ്ഞാൽ O2 16, 16ഉം 1ഉം 17. 14ന് 3 ആണ്, 17ന് 1.5 ആണ്. അപ്പം അവർക്കും ഒരേ ബോണ്ട് ഓർഡർ അല്ല. ഇനി അടുത്തത് Cn- CO. N- എന്ന് പറഞ്ഞാൽ ആരാ? നൈട്രജനിൽ നിന്ന് ഒരാൾ മുന്നിലേക്ക് എന്ന് പറഞ്ഞാൽ O എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഒരാളാണ് എന്നർത്ഥം. അപ്പോൾ ടോട്ടൽ നമ്പർ എണ്ണുമ്പോൾ ഇവർക്ക് ഒരേ നമ്പർ ടോട്ടൽ ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഒരേ ബോണ്ട് ഓർഡറും ഉണ്ടാവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ചേഞ്ച് ഓക്സിജൻ ടു O2- ദ അയോൺ ദ ഇലക്ട്രോൺ ആഡ് ടു വിച്ച് ഓർബിറ്റൽ. ഏത് O2 ആകുമ്പോൾ ഒരു ഇലക്ട്രോണും പാടെ സ്വീകരിക്കുമ്പോൾ ഓക്സിജൻ O2- ആവും. അപ്പോൾ ഏത് ഓർബിറ്റലിലേക്കാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അപ് ടു നൈട്രജൻ, ആഫ്റ്റർ നൈട്രജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നൈട്രജന് ശേഷമുള്ളതാണ്. അതുകൊണ്ട് ആഫ്റ്റർ നൈട്രജൻ എന്നുള്ള ഓർഡർ എടുക്കണം. σ1, σ*1s, σ2s, σ*2s, σ2pz, π2px equal to π2py, π*2px equal to π*2py, σ*2pz. ഇതാണ് ഓർഡർ. ഇത് ഫില്ല് ചെയ്യാനുള്ള ഓർഡർ ഇതാണ്. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 16 ആണ്. 2, 4, 6, 8, 10, 11, 12, 13, 14. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഡീജനറേറ്റ് ഓർബിറ്റൽ ആയതുകൊണ്ട് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. 14, 15, 16 അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഓക്സിജൻ്റെ ഫില്ലിംഗ്. ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ടാണ് ഇത് പാരാമാഗ്നറ്റിക് ആയത് ഓക്സിജൻ. അപ്പോൾ ഇതിലേക്ക് ഇനിയൊരു ഇലക്ട്രോൺ കൂടി വരികയാണെങ്കിൽ ഏതെങ്കിലും π*2px അല്ലെങ്കിൽ π*2py ഏതെങ്കിലും ഒന്നിലേക്ക് നിറയും. കാരണം രണ്ടും ഡീജനറേറ്റ് ഓർബിറ്റലാണ്. അപ്പോൾ π* ഓർബിറ്റലിലേക്ക് നിറയും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഹൈബ്രിഡൈസേഷൻ കാണാൻ, സ്ട്രക്ചർ, ജോമെട്രി, ആംഗിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ VSEPR തിയറി വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും അവസാനത്തെ MOT വെച്ചിട്ടുള്ള മാഗ്നറ്റിക് ബിഹേവിയർ, ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്ത്, ബോണ്ട് സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ 95% ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഫോർമൽ ചാർജ്, ലാറ്റിസ് എനർജി, അതേപോലെ തന്നെ ഫജാൻസ് റൂള്, ഇതൊക്കെ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.